ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെറിയൊരു ടിപ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞു തന്നത് കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആണ്. എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്ലെൻസ് ചെയ്യുന്നതും ടോണർ ഉപയോഗിക്കുന്നതും മോയ്സ്ചറൈസിങ് ചെയ്യുന്നതും. അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയാം. എന്നാൽ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിവില്ലാത്തവരും ഉണ്ട്. അവർക്ക് വേണ്ടിയായിട്ടാണ് പറയുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിർത്തുക. ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് CTM എന്താണ്. CTM എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പേരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും CTM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തോ കാര്യമാണെന്ന്. അങ്ങനെയൊന്നും അല്ല. CTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിധത്തിൽ തോന്നും. CTM-ൽ C ഉദ്ദേശിക്കുന്നത് ക്ലെൻസ് ചെയ്യുക, T വന്നിട്ട് ടോണർ യൂസ് ചെയ്യുന്നത്, M വന്നിട്ട് മോയ്സ്ചറൈസിങ് യൂസ് ചെയ്യുന്നതാണ്. ക്ലെൻസറും ടോണറും മോയ്സ്ചറൈസിങ് ക്രീമും യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ CTM എന്ന് ഉദ്ദേശിക്കുന്നത്. CTM നമ്മൾ രാവിലെ മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ നൈറ്റിലും കറക്റ്റായിട്ട് ചെയ്യണം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ CTM കൃത്യമായിട്ട് ചെയ്തിരിക്കണം. നോർമലി നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യം, ഒരു സോപ്പ് മേടിച്ചു വെച്ചു, ആ സോപ്പ് കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിന് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. നമ്മുടെ സ്കിന്നിൻ്റെ ഘടന വരുന്നത് പല വിധത്തിലാണ്. ഡ്രൈ ഉണ്ട്, നോർമൽ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, ഓയിലി സ്കിന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിലാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഘടന വരുന്നത്. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ട് അറിയാതെയാണ് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു സോപ്പ് വാങ്ങുക. സോപ്പ് വാങ്ങിയിട്ട് നമ്മൾ അത് കറക്റ്റായി സോപ്പ് വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്. ചിലപ്പോൾ ചിലർ സോപ്പിൻ്റെ എല്ലാ ക്വാളിറ്റീസ് നോക്കും, അത് ഏത് ബ്രാൻഡാണെന്നുള്ളത് നോക്കും. ചിലർ അങ്ങനെയല്ല വാങ്ങുന്നത്. ഒരു 30 രൂപ തൊട്ടിട്ട് ഒരു 60 രൂപ വരെയൊക്കെ വരുന്ന സോപ്പാണ് ഇപ്പോഴും വാങ്ങുന്നവരുള്ളത്. അത് നമ്മുടെ ക്യൂട്ടി, ഡവ്, പിയേഴ്സ് അങ്ങനെയുള്ള സോപ്പുകൾ, ലൈബോയ്, ലെക്സ് അങ്ങനെയുള്ള സോപ്പുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിൻ്റെ ഘടനയ്ക്ക് അനുയോജ്യമായതാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരു സോപ്പ് മേടിക്കാൻ. നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല പ്രൊഡക്റ്റ് എപ്പോഴും യൂസ് ചെയ്യുക. എമൗണ്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ അധികം നമ്മൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗ്ലിസറിൻ സോപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പം, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള സോപ്പ് യൂസ് ചെയ്യുക. അതാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ഫേസ് വാഷ് വാങ്ങുക. ഫേസ് വാഷ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത ഫേസ് വാഷ് വേണം നിങ്ങൾ വാങ്ങുവാൻ. അതുപോലെ ഒരുപാട് കെമിക്കൽസ് അടങ്ങാത്ത ഫേസ് വാഷ് വാങ്ങുക. മാക്സിമം നിങ്ങൾ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങാത്ത ഫേസ് വാഷ് വാങ്ങുക. അതാണ് കുറച്ചുകൂടി നല്ലത്. ഓരോ സ്കിന്നിനും അനുയോജ്യമായ രീതിയിലുള്ള ഫേസ് വാഷ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെന്താണെന്ന് സ്ക്രീനിൽ കാണിച്ചു തരികയും ചെയ്യാം. അടുത്തത് സ്കിൻ ടോണറാണ്. സ്കിൻ ടോണർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായ വിധത്തിൽ ഓരോ സ്കിന്നിനും അനുയോജ്യമായ രീതിയിൽ വേണം സ്കിൻ ടോണർ യൂസ് ചെയ്യാൻ. പിന്നീടുള്ളത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. മോയ്സ്ചറൈസിങ് ക്രീമും ഇതേ രീതിയിൽ വേണം യൂസ് ചെയ്യാൻ. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസിങ് ക്രീം ഇത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായത് മാത്രം ഉപയോഗിക്കുക. അതാണ് എപ്പോഴും നല്ലത്. ക്ലെൻസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എണ്ണമയോ അഴുക്കോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നു. അതുപോലെ തന്നെ മുഖക്കുരു വരുന്നത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. മുഖക്കുരു വരുന്നതിനെ തടയാൻ വേണ്ടി പറ്റും. ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫേസിലേക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാണ്. ഇപ്പം അടുത്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്, ടോണറോ മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് അബ്സോർവ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല നീറ്റായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓരോ സ്കിന്നിൻ്റെ ഘടനയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള ഫേസ് വാഷ് വേണം യൂസ് ചെയ്യുവാൻ. നമ്മളിൽ പലരും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ സോപ്പ് ഇട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസ് വാഷ് ആയിരിക്കാം. ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലരുടെയെങ്കിലും ഫേസ് ചില സമയത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞപാട് തന്നെ വളരെ ഡ്രൈ ആയിട്ടിരിക്കും. ഭയങ്കര ഡീപ്പായിട്ട് ഡ്രൈ ആയിരിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത്? നമ്മുടെ സ്കിന്നിന് കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ക്രീം ബേസ്ഡ് ഫേസ് വാഷ് ആയിരിക്കണം. അതുപോലെ തന്നെ മിൽക്കി ക്ലെൻസർ ഇങ്ങനെയുള്ള ഫേസ് വാഷ് വേണം ഡ്രൈ സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യാൻ. നോർമൽ സ്കിൻ ടോൺ ഉള്ളവർ ജെൽ ബേസ്ഡ് ആയിട്ട് വരുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതാണ് കുറച്ചുകൂടി നല്ലത്.
ഓയിലി സ്കിന്നുള്ളവർ യൂസ് ചെയ്യേണ്ട ഫേസ് വാഷ്, അവർക്ക് ധാരാളമായിട്ട് സെബം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫേസ് വാഷ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ടീ ട്രീ ഓയിൽ അടങ്ങിയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്കിൻ ടോണിന് വളരെ നല്ലതാണ്. ചില കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സ്കിൻ ടോൺ കറക്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലർ പറയും എൻ്റെ സ്കിൻ ഇന്നതാണ്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കിൻ ടൈപ്പ് അങ്ങനെയുള്ളതായിരിക്കില്ല. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് തോന്നുകയും നമ്മുടെ സ്കിന്ന് വന്നിട്ട് ഒരുപാട് വലിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നോർമൽ സ്കിന്നുള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരുപാട് വിയർപ്പൊന്നും ഉണ്ടാവില്ല, ഒരു നോർമൽ ടെക്സ്ചറിലായിരിക്കും പോകുന്നത്. അധികം ഓയിൽ ഉണ്ടാവില്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളവരും ഉണ്ടാവില്ല. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരുപാട് ഫേസിൽ വീണ്ടും ഓയിൽ വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ സ്കിന്ന് വന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ഡള്ളായിട്ടിരിക്കും, ഡള്ളായിട്ട് തോന്നും. പെട്ടെന്ന് വാഷ് ചെയ്ത് വരുമ്പോഴേക്ക് നല്ല ഗ്ലോ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്ക് അത് നന്നായിട്ട് ഡള്ളാകാൻ തുടങ്ങും. ഓയിലി സ്കിന്നുള്ളവർക്ക് എപ്പോഴും തന്നെ മുഖക്കുരു വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം ഓയിലി ഫുഡ് കഴിക്കുന്നതൊക്കെ കുറയ്ക്കുക. അടുത്തത് സ്കിൻ ടോണറാണ്. സ്കിൻ ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു ക്ലാസ് എടുത്ത സമയത്ത്, അതായത് ഹെയറിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു pH ലെവൽ എന്താണ്, pH ലെവൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആൽക്കലൈൻ എന്താണ്, അസിഡിക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. ഇങ്ങനെയാണ് ഡ്രൈ ആയിരിക്കുന്നതിനെ നമ്മൾ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ക്ലാസ് ഞാൻ കറക്റ്റ് ഡീപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു pH ലെവലിനെ കുറിച്ച്. നമ്മുടെ സ്കിന്ന് നമ്മൾ കറക്റ്റ് അല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഫേസ് വാഷ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, അവനവൻ്റെ സ്കിന്നിന് അനുയോജ്യമല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാറുണ്ട്. ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കതിനെ നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനും, നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സ്കിന്നിന് പെട്ടെന്നൊരു ഹൈഡ്രേഷൻ കൊടുക്കുന്ന പോലെയും അന്നേരം നമുക്കൊരു തിളക്കം തോന്നും. ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റുകയും നമ്മുടെ സ്കിന്നിനെ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനുമാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ കറക്റ്റായ ലെവലിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ സ്കിൻ ടോണർ യൂസ് ചെയ്യുന്നത്. അതായത് ഡീപ്പായിട്ട് ഡ്രൈ ആവുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ പഴയപടി, അതായത് നോർമൽ സ്റ്റേജിലേക്ക്, നോർമൽ സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ സ്കിൻ ടോണർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ സ്കിൻ ടോണറും ഓരോ സ്കിന്നിന് അനുയോജ്യമായ രീതിയിൽ വേണം യൂസ് ചെയ്യാൻ. ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴും നമ്മളൊരു സോപ്പ് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവും, അഴുക്കെല്ലാം മാറി ചെറിയ രീതിയിൽ സുഷിരങ്ങൾ ഓപ്പൺ ആകുമ്പോൾ അതിനെ ടൈറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ടോണർ ഒന്നുകൂടി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ടോണർ യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് ഒന്നുകൂടി സ്മൂത്ത് ആകും. ഡ്രൈ സ്കിന്നുള്ളവർക്ക് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടോണർ ഉപയോഗിക്കുമ്പോൾ, ഒരു ടോണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു ഹൈഡ്രേഷൻ ലഭിക്കുകയാണ്, ഒരു ഈർപ്പം നിലനിൽക്കുകയാണ്. ഡ്രൈ സ്കിന്നുള്ളവർ യൂസ് ചെയ്യേണ്ട ടോണർ റോസ് വാട്ടർ ആണ്. അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ടോണർ യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നുള്ളവർ യൂസ് ചെയ്യേണ്ട ടോണർ നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ടോണർ നിങ്ങൾ യൂസ് ചെയ്യുക. ഓയിലിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ടോണർ യൂസ് ചെയ്യുന്നത്. ടോണർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ചില ഗുണങ്ങളുണ്ട്. ഡ്രൈനസ് മാറുകയും ചെയ്യും, ഈർപ്പം നിലനിർത്താൻ പറ്റും, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റുവാൻ വേണ്ടി നല്ലതാണ്. മോയ്സ്ചറൈസിങ് ക്രീം തിരഞ്ഞെടുക്കുമ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രൈ സ്കിന്നുള്ളവർ ഹെവി ക്രീമി ആയിട്ടുള്ള ക്രീം വേണം യൂസ് ചെയ്യാൻ. ഷിയ ബട്ടർ പോലെയുള്ള ക്രീമുകളൊക്കെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ്. കറക്റ്റായിട്ട് നോക്കി ഓരോ പ്രോഡക്റ്റും നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യുവാൻ. നോർമൽ സ്കിന്നുള്ളവരാണെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം തിരഞ്ഞെടുക്കുമ്പോൾ ലൈറ്റായിട്ട് വെയിറ്റുള്ള ക്രീം വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം, ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം. അലോവേര ജെൽ അടങ്ങിയിട്ടുള്ള ക്രീമുകളൊക്കെ ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ്. കറക്റ്റായിട്ട് നോക്കുക എന്താണ് CTM. C എന്ന് പറഞ്ഞാൽ ക്ലെൻസർ, T എന്ന് പറഞ്ഞാൽ ടോണർ, M എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് ക്രീം.
ഓരോന്നും എന്തിനാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കിൻ ടോൺ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങുക. എപ്പോഴും വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വാങ്ങുവാൻ വേണ്ടി നോക്കുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൂടെ നിർത്തണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ നിർത്തണം. യൂട്യൂബിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം.